Hello, good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Ma'am. Good morning, Good ma'am. morning. Good morning, ma'am. Good morning. Good morning, ma'am. Good Good morning, morning, ma'am. ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yes.
Very, very good morning. Shall we start? Yes. Yes. Okay, again, join ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് കുഴപ്പമില്ല. ഇപ്പൊ നല്ല മഴയും അല്ലെ, നല്ല എന്താ പറയാ, ഒത്തിരി ഫേവറബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കാലാവസ്ഥയല്ല. പക്ഷെ എങ്കിലും നമുക്ക് എന്താ പറയാ, വി ഹാവ് ടു സ്റ്റാർട്ട്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെ, അത് എന്താണ് എന്നും എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, പിന്നെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ടീച്ചിങ്സ്, അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് എന്തൊക്കെയാണ്, സബ്ജക്റ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, ഒത്തിരി കാര്യങ്ങൾ. പിന്നെ മാത്രമല്ല, വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ബിഹൈൻഡ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസരങ്ങൾ എവിടെയൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ നമ്മളെല്ലാവരും വളരെ എഗർലി വെയിറ്റിംഗ് ആണ് അല്ലെ, കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ ക്ലാസ് ആണ് നമ്മളുടെ ഈ ഒരു സെഷൻ, ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ദാറ്റ് മീൻസ് ദ ഇൻട്രൊഡക്ഷൻ ടു നോ വാട്ട് ഈസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, വാട്ട് ഈസ് ദ പർപ്പസ്, വാട്ട് ഈസ് ദ എയിം, ആൻഡ് വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ്, വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ നീഡഡ്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കും നിങ്ങളിപ്പോ മനസ്സിൽ, അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുക. സോ വി ഹാവ് ടു എന്താ പറയാ, ക്ലിയർ ഓൾ ദ ഡൗട്ട്സ് ഓർ കൺഫ്യൂഷൻസ് റിഗാർഡിംഗ് ദിസ് കോഴ്സ്. നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ചില കൺഫ്യൂഷൻസോ ചില ഡൗട്ടുകളോ ഒക്കെ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. And before starting, let me introduce myself. My name is Nisha. എന്റെ പേര് നിഷ എന്നാണ്. ഇവിടെ നമ്മള് എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വേറെ കോഴ്സസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ ഇവിടുത്തെ നമ്മുടെ സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസിയുടെ ഒരു ഫാക്കൽറ്റിയാണ്, ഒരു ടീച്ചറാണ്. ആൻഡ് നിങ്ങൾ എല്ലാവരും ആദ്യം തന്നെ നിങ്ങളെ ഞാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെടുത്ത് പഠിക്കാനും നമ്മളോടൊപ്പം ബി എ പാർട്ട് ഓഫ് സ്മാർട്ട് ശ്രീ എഡ്യൂ കൺസൾട്ടൻസി, നമ്മുടെ സ്മാർട്ട് ശ്രീയുടെ ഒരു ഭാഗമാകാൻ വന്നതിലും നിങ്ങളെല്ലാവരെയും ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഈച്ച് ആൻഡ് എവരി വൺ. നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. ആൻഡ് ഓൾസോ ഐ വിഷ് എ വെരി ഗുഡ് ഓർ ബെസ്റ്റ് നിങ്ങളുടെ എന്താ പറയാ, ഇനി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകാവുന്ന ചേഞ്ചസ് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോ എന്താ പറയാ, അപ്പൊ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവരെയും കാണുന്നതും നിങ്ങളുടെയൊക്കെ സൗണ്ടുകളൊക്കെ മധുരമായ സൗണ്ടുകൾ, എന്റെ ഈ സൗണ്ട് കേൾക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടൊക്കെ നമുക്ക് അങ്ങോട്ടൊക്കെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ പ്രാക്ടിക്കലി നമ്മളുടെ ഇവിടുത്തെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഗുഡ് മോർണിംഗ് ഒക്കെ ഒന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓണാക്കുകയെ, നമ്മൾ എന്ത് ചെയ്യും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു സ്റ്റാർട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കും. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഓൾ മ്യൂട്ട് ബട്ടൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് അത് എന്ത് ചെയ്യും, എനേബിൾ ചെയ്യും. ദാറ്റ് മീൻസ് ഇപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് കൊടുത്തിരിക്കുകയാണ്. ദ റീസൺ ഈസ് ദാറ്റ് നമ്മളിവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തെ ഇൻ ബിറ്റ്വീനിൽ ചില കുട്ടികൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് കയറുന്നവർ, ജോയിൻ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ആ നമ്മുടെ മ്യൂട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ജോയിനിങ് കഴിഞ്ഞതിന് ശേഷം ഫോർ ദാറ്റ് പർട്ടിക്കുലർ സെക്കൻഡ്സ്, ആ കുറച്ച് സെക്കൻഡുകൾ വരെ അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ളവർക്ക്, നമ്മളിവിടെ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതൊരു എന്താ പറയാ, എന്റെ സൗണ്ട് ചിലപ്പോ എന്താ പറയാ എക്കോ പോലെയൊക്കെ വരും. അപ്പൊ വാട്ട് ഐ എം സേയിങ് വിൽ നോട്ട് ബി ക്ലിയർ. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മള് ക്ലാസ് തുടങ്ങുന്നത്, നമ്മുടെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നമ്മളുടെ ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും ക്ലാസ്സസ് തുടങ്ങുക. അത് ഇപ്പൊ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ഇപ്പോ ഓൾ മ്യൂട്ട് കൊടുക്കും. കാരണം ദിസ് ലൈവ് സെഷൻ ഈസ് റെക്കോർഡഡ്. നമ്മളിത് ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റെക്കോർഡ് ചെയ്യുന്ന ക്ലാസ്സസ്, those who are not able to attend the live classes today for this introduction classes will be uploaded in your Google Classroom.
ഇത് ചിലപ്പോ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ലൈവ് സെഷനിൽ ഇപ്പൊ 118 സ്റ്റുഡൻസ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. 117 ഇൻക്ലൂഡിങ് ഈ 18 ആണ്. അപ്പൊ 117 പേരാണ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. മേ ബി മോർ ദാൻ ദാറ്റ്. ചിലപ്പോ അതിൽ കൂടുതൽ 300-500 കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടാകുമായിരിക്കും. പക്ഷെ എല്ലാവർക്കും ചിലപ്പോ ഈ ഒരു ലൈവ് സെഷനിൽ ചിലപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. റിഗാർഡിംഗ് ദയർ റീസൺസ്, അവരുടേതായ കാരണങ്ങളുണ്ടായിരിക്കും അതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ് അവർക്ക് റെക്കോർഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കും. അന്നേരം ആ ഡിസ്റ്റർബൻസ്, ആ പറയുന്ന പോലെ സൗണ്ടിൽ ഉണ്ടാകുന്ന എക്കോസ് ഒക്കെ വരുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാകാൻ സാധ്യതകൾ ഉള്ളത് കൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓൾ മ്യൂട്ട് കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസും ആൻഡ് ഓൾസോ ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സും എല്ലാം നമുക്ക് എടുക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇഫ് വി ഹാവ് സം ഡൗട്ട്സ് ഹൗ വിൽ യു ക്ലിയർ? ഞങ്ങൾ ഇവിടെ മിണ്ടാതെ ഇരുത്തിയിട്ട് ടീച്ചർ ഇങ്ങനെ വാദവരാതെ പറഞ്ഞാൽ ഞങ്ങളുടെ സംശയം ആര് തീർക്കും എന്നായിരിക്കും അല്ലെ? അങ്ങനത്തെ സംശയം ഇപ്പൊ തന്നെ ഒന്നില്ലേ മനസ്സില്? അന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, അതിന്റെ സൊല്യൂഷൻ എന്റെ കയ്യിൽ തന്നെയുണ്ട്. നമ്മളിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ളതായ ചില ഡൗട്ട്സ് ക്ലിയറൻസ് ആണ് നമ്മളിവിടെ ഈ ഒരു ഇൻട്രോ സെഷനിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോളാം, കുഴപ്പമൊന്നുമില്ല, ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞിരുന്നോളാം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് അതെല്ലാം കഴിഞ്ഞ്, ദാറ്റ് മീൻസ് എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്, അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം the last 5 or 10 minutes will be provided for you. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ മ്യൂട്ട് ഒക്കെ മാറ്റി ഒരു 5 or 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. എന്തിനാ? ഇനിയും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകാം. ഉണ്ടെങ്കിൽ മിക്കവാറും ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകാറില്ല. അപ്പൊ എങ്ങാനും ഇൻ കേസ് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, ഞങ്ങൾ അവരെ പോലെ അല്ല, ഞങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആണ് എന്നുണ്ടാവുമായിരിക്കും. കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നാലും ഉണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ പോകുള്ളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് 5 or 10 മിനിറ്റ്സ് നമ്മളിത് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേട്ടോളാം. അതർവൈസ് ബാക്കിയുള്ള സമയം മുഴുവൻ നിങ്ങൾ എന്നെ കേൾക്കണം. 1 മണിക്കൂർ എന്നെ കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തോന്നൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ക്ലാസ്സുകൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾക്ക് 1 hour ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ 2 hour ക്ലാസ് എടുക്കുമ്പോൾ ഓരോ മണിക്കൂറിലും ടീച്ചേഴ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യും. അതൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ ക്ലാസ്സിന്റെ അറ്റത്തും ഇതുപോലെ 5 or 10 minutes ടീച്ചർ നിങ്ങൾ തരും. നിങ്ങൾക്ക് ആ ക്ലാസ്സിനെ സംബന്ധിക്കുന്ന ടീച്ചർ എന്ത് ടോപ്പിക് ആണോ എടുത്ത് അതിനെ സംബന്ധിക്കുന്ന ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ക്ലിയർ ചെയ്തിട്ട് ടീച്ചർ ലീവ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അല്ലാതെ ഫുൾ ടൈം നിങ്ങളെ വായെടുപ്പിച്ച് നമ്മളിവിടെ റേഡിയോ കണക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്തോളൂ. ഏതെങ്കിലും ആ മുകളിൽ പറഞ്ഞ പോർഷൻ എനിക്ക് ക്ലിയർ ആയില്ല, ടീച്ചർ ഒന്നുകൂടി അത് പറയോ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആർ റെഡി. നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് ടീച്ചേഴ്സ് അത് എന്താ പറയാ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾ കൂടി കോപ്പറേറ്റ് ചെയ്യണം. ഇൻ ബിറ്റ്വീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിൽ ആലോചിച്ച് വെച്ചിരിക്കുക. ചിലപ്പോൾ പോകെ നിങ്ങളുടെ ആ മനസ്സിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ ഇവിടെ പറഞ്ഞു പോകും. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് പിന്നെ നമ്മൾ അതിന്റെ ചോദിക്കേണ്ടി വരില്ല. സൗണ്ട് കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂട്ട് ചെയ്തിരിക്കുന്നതല്ല. നിങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കണം. ഇടയ്ക്ക് ക്ലാസ്സുകളിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ എന്താ പറയാ, ഞാൻ വരുമ്പോ തന്നെ ഒരു ഗുഡ് മോർണിംഗ് പറയും. ഗുഡ് മോർണിംഗ് പറയാൻ എനിക്ക് തിരിച്ച് ഗുഡ് മോർണിംഗ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാതിരിക്കും. അടുത്ത ക്ലാസ് ഞാൻ തുടങ്ങിയതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരാള്, കാരണം ആ ഒരാളെങ്കിലും അവിടെ നമ്മളെ ശ്രമിക്കുന്നുണ്ട് അല്ലെ, ടൈപ്പ് ചെയ്തിടും. കുട്ടികൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യും, മ്യൂട്ട് കൊടുത്തേക്കാണല്ലോ. പക്ഷെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മ്യൂട്ട് ചെയ്യുന്നില്ല. വരുമ്പോ തന്നെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ് മോർണിംഗ് കൊടുക്കും. അപ്പൊ നിങ്ങൾ അതിനൊരു ഗുഡ് മോർണിംഗ് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മളിവിടെ പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ മ്യൂട്ട് ചെയ്തിട്ട് എടുക്കുക. And the last 10 minutes unmute ചെയ്ത് നമ്മൾ കണ്ടിന്യൂ എന്താ പറയാ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്, സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അവർ ഇൻട്രോ ക്ലാസ് കേട്ടോ. അപ്പൊ ഞാൻ തുടക്കം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതാണ്. കാരണം ടീച്ചർ എന്തിനാണാവോ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ എന്നൊരു ഡൗട്ട് അവിടെ തന്നെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് ഞാൻ ഒരു എന്താ പറയാ മുൻകൂർ ജാമ്യം എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, സോ ദിസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് 2 parts ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇൻട്രോന്റെ ഒരു ഭാഗം വിൽ ബി ടേക്കൺ ബൈ മീ, ഞാൻ അതെടുക്കും. ആൻഡ് ഹാഫ് പാർട്ട്, ബാക്കിയുള്ള പകുതി ഭാഗം നമ്മുടെ സർ, നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് എടുക്കുക. സാറിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ സാറിന്റെ ക്ലാസ് അതിനുശേഷം ചിലപ്പോൾ ഇന്ന് തന്നെയായിരിക്കും, ചിലപ്പോൾ അടുത്ത ദിവസങ്ങളായിരിക്കും. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ മൺഡേ ആണ് നമ്മളുടെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങുക. 2nd of June 2-ാം തീയതി ആയിരിക്കും റെഗുലർ ക്ലാസ്സസ് തുടങ്ങുക. അപ്പൊ ചിലപ്പോൾ ആ ക്ലാസ്സിന് ആദ്യത്തെ ക്ലാസ്സിലോ എങ്ങനെയൊക്കെ ആയിരിക്കും ടീച്ചേഴ്സ് അത് തുടങ്ങുക. അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും. ഇൻട്രോ ക്ലാസ്സിന്റെ സാറിന്റെ ഇൻട്രോ ക്ലാസ്സിന്റെ ഭാഗം
ഇന്ന ദിവസമാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈമിലാണ് എന്ന് ഉള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ അതൊന്ന് വാച്ച് ചെയ്യണം, ഇടയ്ക്ക് നോക്കണം. ഓക്കെ. ആൻഡ് പകുതി ഭാഗമായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. വാട്ട് ഈസ് ദിസ് കോഴ്സ് അബൌട്ട്? എന്താണ് ഈ കോഴ്സ്? എന്താണ് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടാകാനുള്ള ഒരു കാരണം? ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തരിക. സർ എടുക്കുന്ന ഇൻട്രോ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്ന ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ കോഴ്സ് സർട്ടിഫിക്കറ്റ്, ഈ കോഴ്സിനെ സംബന്ധിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങള്, പിന്നെ അതിന്റെ ഫീസ് സ്ട്രക്ചറോ മറ്റു കാര്യങ്ങളോ അങ്ങനത്തെ ഒഫീഷ്യൽ കാര്യങ്ങളാണ് സർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ. അന്നേരം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് സറുമായിട്ട് ചോദിച്ചായിരിക്കണം നിങ്ങൾ അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. വാട്ട് യു മീൻ ബൈ അഡ്മിനിസ്ട്രേഷൻ? എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഒരു മീനിങ്? ടു മാനേജ്, അല്ലെ? ടു മാനേജ് ആണ്, മാനേജ് ചെയ്യുക, അല്ലെ? പല കാര്യങ്ങളും നമുക്കറിയാം. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഏതൊരു മേഖല നമ്മൾ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു പ്രോപ്പർ മാനേജിങ് ഇല്ലെങ്കിൽ എന്താണ്, ഇറ്റ് വിൽ നോട്ട് ഡു ഗുഡ്. അതൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കില്ല, സ്മൂത്ത് ഫങ്ഷനിങ് സാധ്യമാകില്ല. ഓപ്പറേഷൻസ് വിൽ ഹാവ് ടു ബി സ്മൂത്ത്. ഏത് കാര്യങ്ങൾ നമ്മൾ ഭംഗിയായി ചെയ്യണമെങ്കിലും അതിനൊരു പ്രോപ്പർ മാനേജ്മെന്റ് അത്യാവശ്യമാണ്, അല്ലെ? അപ്പൊ ടു മാനേജ് എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? അപ്പൊ എന്തായിരിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Yes, it is simply to manage the hospital as a whole. വളരെ വ്യക്തമായിട്ടും വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ to manage the hospital as a whole. ഒരു ഹോസ്പിറ്റലിനെ അപ്പാടെ അങ്ങോട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ തന്നെ മീനിങ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സില്ലി ഓർ ഇറ്റ് ഈസ് നോട്ട് എ സിമ്പിൾ ടാസ്ക് those who have undertaken. നിങ്ങൾ ഈ ഏറ്റെടുക്കാൻ പോകുന്ന ഈ ഒരു ജോലി, ഈ ടാസ്ക് എന്ന് പറയുന്നത് അത്ര ചില്ലറ ജോലിയല്ല എന്നാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഒരു സിമ്പിൾ ടാസ്ക് ഒന്നുമല്ല. ഒരു ഹോസ്പിറ്റലിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരല്ലേ എല്ലാവരും, അല്ലെ? ഇപ്പോഴത്തെ കാലത്ത് ഹോസ്പിറ്റലേ ഉള്ളൂ. എപ്പോ നോക്കിയാലും നമുക്ക് ഹോസ്പിറ്റൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ എന്താ പറയാ, നമ്മളെല്ലാവരും പോയിട്ടുള്ളതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം പോലെയാണ് ഇപ്പൊ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ആൻഡ് വെൻ യു എന്റർ ഇൻ ടു എ ഹോസ്പിറ്റൽ നമുക്ക് കാണാം there are different departments functioning. ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? കാർഡിയോളജി, ഗൈനക്കോളജി, ഒഫ്താലോളജി, ഒബ്സ്റ്റെട്രിക്സ്, പിന്നെ എന്താ പറയാ നമ്മളുടെ ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഫാർമസി ഉണ്ട്, പിന്നെ ലാബുകളുണ്ട്, പിന്നെ എന്താ പറയുക ഓപ്പറേഷൻ OT ഉണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ICU ഉണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലി സിമ്പിൾ ടാസ്ക് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അണ്ടർ എ റൂഫ്, ഒരു റൂഫിന്റെ കീഴിലാണ്. ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ ടു മാനേജ് ആസ് എ ഹോൾ, ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതൊരു ചില്ലറ കാര്യമാണോ ഇത്? ഈ പറയുന്ന മാനേജ്മെന്റ് ഒക്കെ ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇട്ടാവട്ടത്തുള്ള ചില കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ തന്നെ നമ്മൾ എത്ര കഷ്ടപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വേറെ എങ്ങും പോകണ്ട. നമ്മുടെ വീടുകൾ, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു ആർ ഗേൾസ്, അല്ലെ? പെൺകുട്ടികളാണ് ഇപ്പൊ കൂടുതലും ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കുട്ടികള് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ വീട്ടമ്മമാരായിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് ചിലപ്പോ മാരീഡ് ആണെങ്കിലും മക്കളുണ്ട്. ആൻഡ് അങ്ങനെ ഈ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരാള് വീടുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കി. അടുക്കളയിൽ നിന്ന് തുടങ്ങി മക്കളെ നോക്കണം, ഭർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവരുടെ നോക്കണം, എല്ലാ കാര്യവും നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കി നടത്തുന്നു. വളരെ വെല്ലായിട്ട്, നല്ല കൃത്യമായിട്ട്, വെൽ മാനേജ്ഡ് ആയിട്ടാണ് നമ്മൾ ഒരു വീടിനെ കൊണ്ടുപോകേണ്ടത്, അല്ലെ? അപ്പൊ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ഒരു മാനേജ്മെന്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. നമ്മളുടെ ആ ഒരു കുഞ്ഞു വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ മാനേജ് ചെയ്യാൻ നമ്മൾ ചില സമയത്ത് ചിലപ്പോ എന്താ പറയാ വട്ടത്തിൽ കിടന്ന് നെട്ടോട്ടം ഓടുന്ന സാഹചര്യവും വരാറുണ്ട്. ഇതുങ്ങളൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? പറയാറില്ലേ ചിലപ്പോഴൊക്കെ തലേ വെച്ച് ഞാൻ തോറ്റു ഇതുങ്ങളെ കൊണ്ട്. എന്തുകൊണ്ട് തോറ്റു എന്ന് പറയുന്നു?
എന്തുകൊണ്ടാണ് തോറ്റെന്ന് പറയുന്നത്? ഇഫ് യു ആർ നോട്ട് മാനേജിങ്, അതായത് നമ്മളുടെ മാനേജ്മെന്റ് ശരിയായ രീതിയിൽ നമ്മൾ നടത്തുന്നു, പക്ഷെ ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് വരാതാവുമ്പോൾ നമ്മൾ പറയും ഐ ആം ഫെഡ് അപ്പ്, അല്ലെ, എനിക്ക് മടുത്ത് ഈ കാര്യമൊക്കെ, നിങ്ങളെയൊക്കെ നോക്കി ഞാൻ മടുത്ത്, എന്റെ ജീവിതം ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയം അങ്ങോട്ട് കുറ്റം അങ്ങോട്ട് താങ്ങി നടക്കും, അല്ലെ. അപ്പൊ ഒരു ചെറിയ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് എത്രത്തോളം നമ്മള് എന്താ പറയാ റിസ്ക് എടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അവിടെ എന്താ പറയാ സഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങള്, ഇതെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഒരു സംരംഭം, വീട് എന്ന് പറയുന്ന ചെറിയ സംരംഭം നടത്തിക്കൊണ്ടു പോകാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് എത്രത്തോളം നമ്മൾ സഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ വരുമ്പോ ഹൗ വിൽ ബി മാനേജ് എ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ? ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു വലിയ സംരംഭത്തെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അതെ, നമുക്ക് അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി. ദാറ്റ് മീൻസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാ പഠിക്കുന്നേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനാണ് പഠിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുക മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ടു മാനേജ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാനുള്ള കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. വെറുതെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. അത് പഠിക്കുന്നതോടൊപ്പം നമ്മുടെ പുസ്തകങ്ങളിൽ ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ അവര് നമ്മൾക്ക് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മളുടെ ഈ ഒരു കോഴ്സിലൂടെ. പക്ഷേ ബൈ സ്റ്റഡിങ് ദിസ് കോഴ്സ്, ഈ കോഴ്സിൽ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് വാട്ട് ആർ ദ ഓപ്പറേഷൻസ് ഓർ ഫങ്ഷൻസ് ഡൺ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കി വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ദാറ്റ് മീൻസ് നമുക്ക് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ട ഒരു അവസരം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് അതിന് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിനും ജോലിക്കായിട്ട് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യണം. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് മറ്റുള്ളവർ ചോദിക്കാനായിട്ട് വരരുത്. ഓക്കെ, പുസ്തകങ്ങളിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, ഞങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ചില്ലല്ലോ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അറിയണം, അതേതൊക്കെയാണെന്ന്, അവിടെ എന്തൊക്കെ നടക്കാന്ന്. അപ്പൊ നമ്മള് മാനേജ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിനെയാണ്. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to manage the hospital as a whole and also to ensure that the operations are like management, scheduling, coordinating, directing, and also to track each and every effects of medical services. ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന പല കാര്യങ്ങളും മാനേജ് ചെയ്യുക, അത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക, അതിനെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക, മാത്രമല്ല ഓരോ ചില നിർദ്ദേശങ്ങളോ ഡിറക്ഷൻസോ മറ്റുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ടു ട്രാക്ക് ഈച്ച് ആൻഡ് എവറി സർവീസസ്. അവിടെ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഓരോ സേവനങ്ങളും കൊടുക്കുന്ന മറ്റുള്ളവർക്ക് പേഷ്യൻസിന് നൽകപ്പെടുന്ന സേവനങ്ങളൊക്കെ എത്രത്തോളം ഇഫക്റ്റീവായി നടക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ട്രാക്ക് ചെയ്യണം. എന്താ ട്രാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കണം, ശ്രദ്ധിക്കണം, അല്ലെ. അപ്പൊ അത് നമ്മുടെ ഡ്യൂട്ടിയാ. അവിടെ വരുന്ന പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വന്നു പോകുന്ന പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം, അവർക്ക് സംതൃപ്തമായിട്ട് പോകണം എല്ലാ രീതിയിലും. ഇത് കിട്ടുന്ന എന്താ പറയാ ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷൻ മുതല് അവർക്ക് ഏതൊക്കെ ഫെസിലിറ്റീസ് സർവീസസ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതിലെല്ലാവരും അവർ സാറ്റിസ്ഫൈഡ് ആകണം. ഇപ്പൊ ഡോക്ടറെ കണ്ടു, ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കൺസൾട്ടേഷൻ ഒക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല ഡോക്ടറൊക്കെയാണ്, വളരെ നല്ല രീതിയിൽ നമ്മളോട് അസുഖത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു. പക്ഷെ ഫാർമസിയിൽ ചെന്നപ്പോ അവിടെ ചെന്നപ്പോ അതുങ്ങള് എന്താ പറയാ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നു. ഓക്കെ, അപ്പൊ എന്താ പറയാ ഈ പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മോശമായിട്ട് പേഷ്യൻസിനോടോ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനോടോ ബിഹേവ് ചെയ്യുന്നു. അപ്പൊ അത് പ്രോപ്പർ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ പേഷ്യൻസിനും കൊടുക്കോ? ഇല്ല. അപ്പൊ ഏത് മുക്കിലും മൂലയിലും ഹോസ്പിറ്റൽസിനകത്ത് വട്ട് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ ഇവിടെയെല്ലാം quality services to be provided. It is the duty of the hospital administrator to track whether these quality services are provided. നമ്മൾ എന്ന് പറയുന്ന, നിങ്ങൾ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അവിടെയുള്ള ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും പേഷ്യൻസിന് അവർക്ക് നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ട. ഡ്യൂട്ടി ചെയ്യേണ്ടത് അവരാണ്. ഡോക്ടറല്ല നമ്മൾ പഠിക്കുന്നത്, ഡോക്ടറാണോ MBBS ആണോ നമ്മൾ പഠിക്കുന്നത്?
അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സാണ്. അപ്പൊ ഡോക്ടേഴ്സ് ആണ് രോഗികളെ പരിശോധിക്കുന്നതും അവർക്ക് മരുന്ന് കുറിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവർക്ക് ഇന്ന മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതിവിടെ നോക്കേണ്ടതല്ല, ഇവിടെ ഒന്ന് കാണിക്കും. ചില രോഗങ്ങൾക്കൊക്കെ ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ചിലപ്പോ ഫിസിഷ്യൻ സെന്ററിന് അടുത്തൊക്കെ നമ്മൾ പോകും ചില രോഗങ്ങൾ വരുമ്പോ. പക്ഷെ ചില രോഗം അങ്ങനെ ചിലപ്പോൾ നമുക്ക് ഒരു ഇന്റർവെൽസിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. ഉദാഹരണം ഒരു ഹെഡേക്ക്, തലവേദന. സാധാരണ തലവേദനയാണെങ്കിൽ നമ്മുടെ ഡോക്ടറെ അടുത്ത് പോകുന്ന 2-3 ദിവസമായിട്ട് തലവേദന ഉണ്ട്, ഡോക്ടർ മരുന്നൊക്കെ തരും, വിടും അല്ലെ. അപ്പൊ നമ്മൾ കൊണ്ടുപോയി കഴിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് ആ തലവേദന നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നു. എഗെയിൻ കുറച്ച് 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ആ തലവേദന വരുന്നു. അപ്പൊ ഡോക്ടേഴ്സിന് ഒരു ചെറിയ സംശയമൊക്കെ വരും. കാരണം വെച്ചാൽ ഈ തലവേദന ചിലപ്പോൾ മറ്റേതെങ്കിലും രോഗത്തിന്റെ ലക്ഷണമായിരിക്കാം, അല്ലാതെ തലവേദന എന്നുള്ളത് മാത്രമായിരിക്കില്ല. അപ്പൊ അവർ വല്ല ന്യൂറോനെ ഒന്ന് കാണിക്കുക. കാരണം ഇത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. അപ്പൊ ചിലപ്പോൾ ചില സ്പെഷ്യലിസ്റ്റിന്റെ കയ്യിലേക്ക് നമ്മളെ എന്ത് ചെയ്യും, റെഫർ ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ അങ്ങോട്ടേക്ക് പോകും. അപ്പൊ എവിടെയൊക്കെയാണോ പേഷ്യൻസ് വരുന്നത് അവർക്കൊക്കെ കൃത്യമായ രീതിയിലുള്ള ക്വാളിറ്റി സർവീസ്, വെറും സേവനം കൊടുക്കാൻ ആർക്കും പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഇങ്ങനെ വന്ന് ക്ലാസ് എടുക്കും അല്ലെ. ഓരോ ടീച്ചേഴ്സ് മാറി വരുന്നു. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവരുടെയും ആ ഒരു ടീച്ചിങ് രീതി, മെത്തേഡ് എന്ന് പറയുന്നത് വിൽ നോട്ട് ബി സെയിം. എല്ലാവരും ഒരുപോലെ ആയിരിക്കും. നമ്മള് പല സ്കൂൾ തലത്തിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിരുന്നവരല്ലേ. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ, സോഷ്യൽ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ അല്ലെ. എല്ലാവരും ഡിഫറെന്റ് ആണ്. എല്ലാവർക്കും അവരുടേതായ ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്. അപ്പൊ അവരവരുടേതായ രീതിയിലായിരിക്കും ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നമ്മൾ ചെല്ലുമ്പോഴും എന്താണ്, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളിവിടെ കൊടുക്കുന്ന സേവനങ്ങൾ എല്ലാവരിൽ നിന്നും കിട്ടുന്ന സേവനം ആ പേഷ്യന്റിന് എങ്ങനെയായിരിക്കണം, തൃപ്തികരമായിരിക്കണം, വെൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് വേണം ഹോസ്പിറ്റലിന്റെ ഗേറ്റ് വിട്ട് ആ പേഷ്യന്റിന്റെ കൂടെ വന്നവരൊക്കെ പുറത്തു പോകാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തേണ്ടവരാണ് നമ്മളാകുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്, വൈ ദിസ് കോഴ്സ് ബിക്കം സം കൈൻഡ് ഓഫ് പോപ്പുലർ കോഴ്സ്? ഇങ്ങനെ ഒരു കോഴ്സ് ഇത്രയധികം പോപ്പുലാരിറ്റി നേടാനുള്ള കാരണം എന്തായിരിക്കാം? ഇപ്പൊ ഹോസ്പിറ്റൽസ് പണ്ടുകാലം മുതലുണ്ട്, വളരെ പണ്ട് കാലം മുതൽ. നമ്മളൊന്ന് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഒരു കാര്യം ഇപ്പൊ 10th 12th ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏത് എന്താ പറയുക, ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയൂ അല്ലെ. കുട്ടികളോട് 10th നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്. ഇപ്പൊ അത് പറയുന്നത് 12th കഴിയുമ്പോഴാണ്. കാരണം അവരുടെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 12th ആണ്, 12ാം ക്ലാസ് ആണ്. അപ്പൊ എന്താ പറയാ, 12 കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ്, നിങ്ങളാണ് ഇനി ചൂസ് ചെയ്യേണ്ടത്, ഇങ്ങോട്ടേക്ക് തിരിയണം, ഏത് മേഖല തിരഞ്ഞെടുക്കണം എന്നൊക്കെ അല്ലെ. പണ്ടൊക്കെ നമ്മളോട് കാരണവന്മാർ പറയുന്നത് ഇന്നത് പഠിച്ചു, 12ൽ നീ ഇത് പഠിച്ചു, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി നീ ഇത് പഠിച്ചു, അത് കഴിയുമ്പോൾ നിനക്ക് ഇനി അടുത്ത ചോയ്സ് എന്താണെന്ന് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി എന്ന് പറയുന്ന പണ്ടത്തെ കോഴ്സ് അതാണല്ലോ. അത് ഇപ്പൊ നമ്മൾ 4th ഗ്രൂപ്പ്, അപ്പൊ അവിടെ അക്കൗണ്ടിങ്ങും കൊമേഴ്സും ഒക്കെയാണ്, അല്ലെങ്കിൽ 2nd ഗ്രൂപ്പ് സയൻസ് ഒക്കെയാണ്, മാത്സ് 1st ഗ്രൂപ്പ് ഒക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞാൽ നേരെ അതിങ്ങനെ ഒരു വരച്ചിട്ടുണ്ട്. അടുത്തത് തൊട്ടപ്പുറത്ത് എന്താ പറയാ BSc നഴ്സിംഗ്, അതായത് നമ്മുടെ സയൻസ് എടുത്ത് പഠിച്ചവരൊക്കെ BSc നഴ്സിംഗിന് പോകും. കൊമേഴ്സ് എടുത്തവരൊക്കെ വീണ്ടും എന്ത് ചെയ്യുമ്പോ BCom അല്ലെങ്കിൽ MCom, അങ്ങനെ പടിപടിയായിട്ട് ഒരു ചാടി ഇങ്ങനെ നടക്കുന്ന ഒരു സ്വഭാവം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കുട്ടികൾക്ക് അവർക്ക് ഒരുപാട് മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ചോയ്സസ് ഉണ്ട്. അവരുടെ കയ്യിൽ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള മീഡിയാസ് അവരുടെ കയ്യിൽ നെറ്റും അതുപോലെ എന്താ പറയാ സ്മാർട്ട് ഫോൺസും ഉണ്ട്. ഏത് കരിയർ നമ്മൾ തിരഞ്ഞെടുക്കണം, ഏത് മേഖലയിലേക്ക് തിരിയണം, എല്ലാവരും ഇനി ഡിഗ്രിയോ തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. there are some professional courses അല്ലെ. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് ഉണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ 4 കൊല്ലമൊക്കെ ഡിഗ്രിക്ക് നടന്നു, അല്ലെങ്കിൽ അതിന് അത് കഴിഞ്ഞ് പിന്നെയും എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ നമുക്ക് വല്ല ജോലിയും കിട്ടുക. അപ്പൊ അതുകൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ സമയമില്ലാത്തവരുണ്ട്. അങ്ങനെ അവർക്ക് കണ്ടുപിടിക്കാൻ പല മാധ്യമങ്ങളും ഉണ്ട്, പല അവസരങ്ങളും ഉണ്ട്. സോ ദേ ക്യാൻ ചൂസ്, അവർക്ക് ചൂസ് ചെയ്യാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയായിരുന്നില്ല അല്ലെ. ഇന്ന് ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് അങ്ങനെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയധികം പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ എപ്പോഴാണ് ഈ ഒരു കോഴ്സിന് ഇത്രയധികം ഒരു പോപ്പുലാരിറ്റി വരാനുള്ള സാധ്യത? ദാറ്റ് മീൻസ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ. തീർച്ചയായും അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇത്രയധികം പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഇൻക്രിമെന്റ് തന്നെയാണ്. അതൊരു റീസൺ. അതായത് ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഡിസീസസ് ഓൾസോ വിൽ മൾട്ടിപ്പിൾ. രോഗങ്ങളും രോഗകാരണങ്ങളും ഇങ്ങനെ വർദ്ധിക്കാം അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയല്ലേ അല്ലെ. ഇഷ്ടംപോലെ ജനസംഖ്യ വരുന്നു. ജനസംഖ്യ പെരുകിയപ്പോ ജനസംഖ്യകളുടെ വർധനവിന് അനുസരിച്ച് രോഗങ്ങളും രോഗികളും ഒക്കെ പെരുകി വരുന്നു.
അപ്പൊ എന്ത് പറ്റും? ഹോസ്പിറ്റൽസിന്റെ ഒക്കെ ഡിമാൻഡ് അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഈ കൊറോണ അങ്ങോട്ട് കഴിഞ്ഞപ്പോ തുടങ്ങി വീണ്ടും എന്താ പറയാ ഒരുപാട് ഡിമാൻഡ് നമ്മളുടെ ഈ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ ഈ പറയുന്ന എന്താ പറയാ ജോലിക്കാരുടെ സ്റ്റാഫുകളുടെ ഒക്കെ എണ്ണം വളരെയധികം കൂടുതൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, ആളുകളും ചൂസ് ചെയ്യാൻ തുടങ്ങി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു ജോലി നേടുക, ഹോസ്പിറ്റൽ പോലെയുള്ള ഓർഗനൈസേഷൻസിൽ ഒരു ജോലി നേടുക. കാരണം എന്താ? അവിടുത്തെ ജോലി ഉറപ്പാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് പഠിച്ചു, അത് അതിന് പാസ്സാകണം അല്ലെ, അതൊക്കെ ഉണ്ട്. ഇവിടെ നഴ്സിംഗ് പഠിക്കാം, ഡയറക്റ്റ്ലി നമുക്ക് കൊണ്ട് കയറാം. അത് നഴ്സിംഗിന് മാത്രമേ അന്നത് സാധ്യമായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഇതുപോലെയുള്ള ചില കോഴ്സസ് ഉണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതും ഹോസ്പിറ്റൽസിലെ HRMന്റെ ആളുകൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെയും നമുക്ക് ഹോസ്പിറ്റൽസിൽ ആ ഒരു കോഴ്സ് പഠിച്ചാൽ നമുക്ക് കയറാം. അതുപോലെ മെഡിക്കൽ കോഡിങ് അല്ലെ, ഇങ്ങനെ ഒരുപാട് മറ്റ് അവസരങ്ങളും ഇന്ന് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കുറെ സ്പെഷ്യൽ ഈ പറയുന്ന കോഴ്സുകൾ ഇങ്ങനെ വരാൻ കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓരോ പ്രത്യേക സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉടലെടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. Due to the increase in the demand of hospital services. നമ്മുടെ ആശുപത്രികള്, ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന സേവനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് കാരണം. അപ്പൊ അതുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആവശ്യം വന്നു. കാരണം ഈ കണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ് ചെയ്യാൻ ചിലപ്പോ ഏതെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ വേണ്ടി വന്നു. ടു ഓർഗനൈസ്, ടു മാനേജ്, ടു സ്കെഡ്യൂൾ, ടു കോർഡിനേറ്റ് ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഈ എല്ലാ ആക്ടിവിറ്റീസും ഒക്കെ കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലെയുള്ള പുതിയ ആളുകളെ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്ത് പഠിപ്പിച്ച് ഫോം ചെയ്ത് നമ്മള് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് ഒരുക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ ഡ്യൂട്ടി. നമ്മൾ ഇന്ന് ഈ പറയുന്ന കോഴ്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യാൻ തക്കവണ്ണം നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കിയെടുക്കണം. ബുക്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ എക്സാമിന് ആവശ്യമാണ്. അത് കൂടാതെ അതിനോടൊപ്പം തന്നെ ആ ഒരു ഇതിനകത്ത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഹൗ ക്യാൻ ബി മേക്ക് ഇറ്റ് പ്രാക്ടിക്കൽ, അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നടത്താം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് എടുക്കേണ്ടതും ഇതിനൊപ്പം തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് ഇന്ന് ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ യു. ഒരുപാട് നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട്. ലബോറട്ടറീസ് ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി അങ്ങനെയുള്ള ഒരു ടീം ഓഫ് ആളുകളെ, ഒരു എന്താ പറയാ വർക്ക് ഫോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഹോസ്പിറ്റൽസിന്റെ എല്ലാ ഫങ്ഷൻസും ഓപ്പറേഷൻസും കൃത്യമായി മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി വാട്ട് അബൌട്ട് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്? നമുക്കറിയാം ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 months കോഴ്സ് ആണ് അല്ലെ. നിങ്ങളോട് അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? 6 months കോഴ്സ് എന്നാണോ പറഞ്ഞേക്കുന്നത്? ഉറങ്ങിപ്പോകരുത് ആരും. മഴയൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, 6 months കോഴ്സ് ആണ് ഇത്. ഇനി മാത്രമല്ല, ദ നീഡ് ഫോർ സ്കിൽഡ് പ്രൊഫഷണൽസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസിനെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നല്ല കഴിവുള്ള ഒരു എന്താ പറയാ യോഗ്യതയുള്ള പ്രൊഫഷണൽസിനെ, ഒത്തിരി നല്ല തൊഴിൽ ചെയ്യാനായിട്ട് തൃപ്തരായ അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്കിൽഡ് പ്രൊഫഷണൽസിനെ ആവശ്യമുണ്ട്. ആ ഒരു ഡിമാൻഡ് ആണ് ഈ പറയുന്ന ഒരു 6 months കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ 6 months കോഴ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പുസ്തകങ്ങളിലുള്ളത് പഠിക്കണം, കൂടാതെ എന്താ പറയാ അതിനകത്ത് എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, അവിടേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അതെന്താണെന്ന് മനസ്സിലാക്കി നമ്മൾക്ക് വയ്ക്കണം. ഇനി അത് നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഹോസ്പിറ്റൽസിൽ ജോലിക്കായിട്ടും ഒക്കെ കയറുമ്പോഴാണ്. അപ്പൊ അവിടെ ഇന്നതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഏത് കോഴ്സ് പഠിച്ചാലും അതിനൊരു പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട് അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിട്ട് 5 വർഷമൊക്കെ അവർ MBBS വേണ്ടിയിട്ടൊക്കെ പഠിച്ചു നടക്കുന്നു. അങ്ങനെ MBBSന്റെ 5 വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റെത്തോസ്കോപ്പ് വേഗം തന്നെ രോഗികളെ ശുശ്രൂഷിക്കാൻ പോകുന്നതാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്? അല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും കാണാം ഒരു സീനിയർ ആയിട്ടുള്ള ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ഒരു
ഡോക്ടർ ആളുടെ അടുത്ത് അപ്പുറത്ത് ചിലപ്പോൾ ഒരു 10, 22, 23, 24 വയസ്സുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ അവരും ഇരിക്കുന്നതാണ്. ചെറിയ ഒരു എന്താ പറയാ സ്പൈറൽ ബുക്കൊക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ലേ? എന്താ അത് വെറുതെ ഇരിക്കുന്നതാണോ അവര്? അല്ല, അവര് ആ സീനിയർ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് അവർ എങ്ങനെയാണ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്, അവരുടെ ബിഹേവിയറും എല്ലാം തന്നെ വാച്ച് ചെയ്യാനും അവരെടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടി ജൂനിയർ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? അപ്പൊ നമ്മളിപ്പോ പേഷ്യന്റ് കണ്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഡോക്ടർ അതിനെ കുറിച്ച് അവർക്ക് കുറച്ച് എക്സ്പ്ലനേഷൻസും കൊടുക്കും. ഇന്നാണ് രോഗി, വന്ന രോഗിക്ക് ഇന്നതാണ് അവരും എഴുതി വെച്ചിട്ടുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവരുടെ സ്പൈറൽ ബുക്കിനകത്ത്. അപ്പൊ അവര് നോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഡോക്ടർ നമ്മൾ ആ ഒരു പേഷ്യന്റ് അവിടെ പോയി കഴിയുമ്പോൾ ലീവ് ചെയ്ത് റൂം വിട്ട് പോയി കഴിയുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു കാര്യം, ഒരു പിക്ചർ ആ ഒരു ജൂനിയർ ആൾക്ക് പ്രാക്ടീസിൽ വന്നിരിക്കുന്ന ആൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇന്നതാണ് ആളുടെ അസുഖം. അപ്പൊ ആ അസുഖമാകുമ്പോ ഇന്ന സിംറ്റംസ് രോഗലക്ഷണങ്ങൾ ആൾക്കുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇന്ന ഒരു മെഡിസിൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ചില ആളുകൾക്ക് ചില മെഡിസിൻസിനൊക്കെ അലർജീസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടായിരുന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പൊ ആൾക്ക് ഇന്ന ആ പേഷ്യന്റിന് ഇന്ന മെഡിസിൻ അലർജി ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പൊ അതൊന്ന് കേട്ടും കണ്ടും പ്രാക്ടിക്കലായിട്ടും മനസ്സിലാക്കണം. ഏത് പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്. ടീച്ചർ ആകാനായിട്ട് BEdും അതുപോലെ തന്നെ അതിന്റെ മറ്റ് ഒത്തിരി എക്സാംസ് ഒക്കെ ഉണ്ട്, സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. നേരെ പോയിട്ട് ടീച്ചർ ആകാനോ? അല്ല, അവർക്കും ഉണ്ട് ട്രെയിനിങ് ഇത്ര മാസം, അല്ലെ? പിന്നെ സ്കൂളുകളിൽ ഇത്ര മാസം ചെയ്യണം. അല്ലെങ്കിൽ തന്നെ സ്കൂളുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് ഇവിടെ വേക്കൻസി ഉണ്ടോ, ഞാനൊരു ആപ്ലിക്കേഷൻ തരാൻ വന്നതാണെന്ന് പറയുമ്പോൾ തന്നെ അവർ ചോദിക്കണം 4 വർഷം എക്സ്പീരിയൻസ് ഉണ്ടോ? എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ ചോദിക്കണം. ഫ്രഷേഴ്സ് ഇറങ്ങിയാലും ചോദിക്കും അങ്ങനെ തന്നെ. ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളൂ, എക്സ്പീരിയൻസ് സമയമായിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിക്കണേ. അപ്പൊ എക്സ്പീരിയൻസിന് വേണ്ടി ചെല്ലുമ്പോഴും അവർ ചോദിക്കും നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നാണ് അവർ പറയാ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിലുള്ളതെന്ന് മനസ്സിലാക്കി അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവും നമ്മൾ ഈ 6 മാസക്കാലം കൊണ്ട് എന്ത് ചെയ്യണം, നേടിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? നിങ്ങൾക്ക് എന്ത് നേട്ടമാണുള്ളത്? തീർച്ചയായിട്ടും നേട്ടമാണ്. നമുക്കറിയാം, ഒരു എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും ഇറ്റ് ഈസ് ആൻ ആഡ് ഓൺ ടു യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നമ്മളുടെ പഠിക്കുന്ന ആ പഠനത്തിന്റെ കൂടെ ഒന്നുകൂടി ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു അവസരം. എന്ത് സാധനവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ എന്താ പറയാ, അത് എന്താ പറയാ, എല്ലാവരും ഈ ജോലി കിട്ടണം എന്നുള്ള ആ ഒരു മാത്രം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മൾ പഠിക്കരുത്. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച്, ആ ഒരു മേഖല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, ആ ഒരു സെക്ഷൻ, അതിനെ കുറിച്ചിട്ടും എനിക്ക് അറിവ് നേടണം എന്നുള്ള ആഗ്രഹത്തോട് പഠിച്ചു നോക്കിയേ. അപ്പൊ നമുക്ക് നല്ലൊരു എന്താ പറയുക ടെംപ്റ്റേഷൻ ആയിട്ട് പഠിക്കണം, അത് ഇന്നതാണെന്ന് മനസ്സിലാക്കണം എന്നുള്ള ഒരു ഈഗർ, അല്ലെ, ഒരു ആകാംക്ഷ നമുക്ക് തോന്നും. അല്ലാതെ എനിക്കിത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് മതി, അതുകൊണ്ട് കൊടുത്ത് ഞാൻ അതിന് ജോലി പഠിക്കണം, അങ്ങനെയാകരുത് നമ്മളുടെ പഠന രീതി. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ പഠിക്കുന്നതോടൊപ്പം തന്നെ ആ കാര്യങ്ങളൊക്കെ പുതിയ അറിവുകളാണ്, എനിക്കുള്ള പുതിയ അറിവുകളാണെന്ന് മനസ്സിലാക്കുകയും ആ അറിവ് ഉപയോഗിച്ച് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്നുള്ളതും രണ്ടും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഈ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. അതിപ്പോ എന്തിനു വേണ്ടി, ഇനിയിപ്പോ പഠിച്ചിട്ട് എന്തിനാ, അല്ലെ എന്നൊക്കെ വിചാരിക്കും. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് എന്ത് ജോലി നേടാനാ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല. ഒരു കാര്യം നമുക്ക് ഒരു കാര്യം കൂടി നമ്മളുടെ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാ ഈ ഭൂമിയിലുള്ളേ, അല്ലെ, ഇവിടെ ഇതിന് കീഴിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കോഴ്സുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും എന്നുള്ളതൊക്കെ പറ്റുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കുക. അപ്പൊ നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഒപ്പം ഒരു കാര്യം കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടു എൻഷുർ ആൻഡ് ഓൾസോ നമ്മൾ എന്താ പറയുക, ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടൊപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റൽസിലെ പാർട്ടായി കഴിയുമ്പോൾ, ഭാഗമായി കഴിയുമ്പോൾ, വി ക്യാൻ എൻഷുർ how the hospitals are facilitating their effective services to the patients in cost effective way. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു കാര്യം കൂടി എനിക്ക് മുതൽക്കൂട്ടായിട്ട് കിട്ടുന്നു. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇറ്റ്സ് ആൻ അസെറ്റ് ടു അസ്. അത് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ പഠിക്കുന്ന കാര്യമില്ലേ, നമ്മളെ സംബന്ധിച്ചൊരു ആസ്തിയാണ്. അത് ആ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അതവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് നമ്മുടെ അറിവുകൾ, നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതൊരു രീതി, അത് ഒരു ഭാഗം, ഒരു പാർട്ട്, അങ്ങനെ ഇരിക്കട്ടെ. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്
ഹോസ്പിറ്റൽസിലെ ഒരു ഭാഗമായി കഴിയുമ്പോൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ബോധ്യപ്പെടണം എന്ത്, ഹോസ്പിറ്റൽസ് നല്ല ക്ലിയർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സർവീസസ് ആണ് അവിടുത്തെ പേഷ്യൻസിന് കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കണം, കോസ്റ്റ് ഇഫക്റ്റീവ് വേയിൽ കൊടുക്കണം. എങ്ങനെയാ, വളരെ ചുരുങ്ങിയ ചെലവില്, അതായത് ആളുകളെ കുത്തിപ്പിഴിഞ്ഞ് അവരുടെ എല്ലാം പൂർത്തിയെടുത്തിട്ട് അവർക്ക് എന്താ പറയാ ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നതിലല്ല കാര്യം. മിനിമം കോസ്റ്റ്, അതായത് അവരുടെ മിനിമം അവരിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ചെലവില് അവരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ക്വാളിറ്റി സർവീസ് കൊടുക്കുക, അതിലാണ് കാര്യം, അല്ലേ? അങ്ങനെയല്ലേ കാര്യം? ആണോ നിങ്ങൾ പറയും. നിങ്ങൾ ഇവിടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നത്, ഈ ഒരു സെന്റൻസ് നിങ്ങൾ പിന്നെ പറയും. എപ്പോ പറയുന്ന അറിയോ? നമ്മളുടെ ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞ് എന്താ പറയാ, നിങ്ങൾ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെറിമണി ഒക്കെ നടത്താറുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല, എന്തായാലും അവർ നടത്താറുണ്ട്. അപ്പൊ നടത്തുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒക്കെ വായിക്കാൻ വരുന്ന കുട്ടികൾ പറയുന്ന ഒരു ഡയലോഗ് ആയിരുന്നു ഇത്. അപ്പൊ ഞാൻ ഇത് ഒരുപാട് കേട്ടു. ഇപ്പൊ നിങ്ങൾ ഇത് നമ്മുടെ 18th ബാച്ചാണ്, 18ാമത്തെ ബാച്ചാണ്. അപ്പൊ കുറച്ച് ബാച്ചസ് ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞു നിൽക്കുകയാണ്. ഇനി കുറച്ചും കൂടിയൊക്കെ ഉള്ളൂ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ പിള്ളേർ വന്നിട്ട് ഇവിടെ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. അവർക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് പറയാനുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച്, ഈ കോഴ്സിനെ കുറിച്ച്, ഇഫ് യു ഹാവ് ടു ഡിസ്കസ് സംതിങ്, നിങ്ങൾക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ അവസരം കൊടുക്കാറുണ്ട്. കുട്ടികൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസും നമുക്കറിയാം ഇന്ന് ഇതൊക്കെ പോലെ പല എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസും അതുപോലെയുള്ള ഒത്തിരി പ്രൊഫഷണൽ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെയൊക്കെ സാധ്യതകൾ മനസ്സിലാക്കിയാണ് ഓരോരുത്തരും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു ബിസിനസ് മൈൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവിടേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കുറെ പേരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ എന്ന് ഞാൻ ചോദിക്കാം. കഴിഞ്ഞ സെന്റൻസ് ചോദിക്കാം. അവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എത്ര കോസ്റ്റിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്? അതായിരുന്നു നിങ്ങളുടെ ചിലപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു ഡൗട്ട്. ആ ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷൻ ഇവിടെ തൽക്കാലം ഞാൻ ഇത് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്കിലും ഇവിടെ ഒന്ന് ചിലപ്പോ അത് പറഞ്ഞു വന്നപ്പോ എനിക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും. ആരെങ്കിലും അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും? യെസ്, ഒന്ന് പറയാമോ? നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത്ര രൂപയിലാണ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് പറയാമോ? യെസ്, 50,000, 50K ഒരാൾ പറഞ്ഞു, അബിത പറഞ്ഞു 50K, പിന്നെ 75,000 അനന്യ പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെയാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഇതാണ്. മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ ചോദിച്ചപ്പോൾ നമ്മളോട് ഈ ഒരു കോഴ്സിന് 45,000 എബോവ്, 40 പറയാൻ കൊണ്ട് മുകളിലേക്കാണ് ഇതിനൊരു എമൗണ്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു. ആൻഡ് നിങ്ങൾ ഇവിടെ ചേർന്നപ്പോ നമ്മളുടെ ഒരു കോസ്റ്റ് നിങ്ങളോട് അറിയിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അല്ലെ? നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇവിടെ നിന്ന് എത്ര രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഇവിടെ നിന്ന് എത്ര രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നേ? യെസ്. സോ കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, ഏറ്റവും ചുരുങ്ങിയത് 40,000 എന്ന് പറയാം. 40,000 എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോ അതിന്റെ ഒരു 6 times above, ഒരു 6 times above, ഒരു 40,000 ഞാൻ നിൽക്കുകയാണ്. അപ്പൊ ഒരു 7 42, അല്ലെ? ഒരു 6 times എന്താ പറയാ എബവ് ആണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കോഴ്സ് ഓഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ 7,000 കൊടുക്കുന്നു. ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ കുട്ടികൾ പറയുന്നത് ഇത്രയും വലിയ കോസ്റ്റ് വരുന്ന ഈ ഒരു കോഴ്സ് ഇത്രയും രൂപയ്ക്ക് കൊടുത്തപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇതിലെന്തോ പറ്റിക്കലുണ്ട്, എന്തോ ഫേക്കാണ് എന്നൊക്കെ തോന്നിയിരിക്കുന്നവര് ചിലപ്പോ, എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയില്ല, ചിലപ്പോ നമ്മുടെ മനസ്സിൽ തോന്നും. ഈവൺ ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും വിചാരിക്കും, അപ്പൊ നമ്മൾ 2-3 സ്ഥലത്ത് തന്നെ അതെന്താ അവിടെ അങ്ങനെ അത്രയും, ഇവിടെ എന്താ ഇത്രയും എന്നൊക്കെ നമുക്കും സ്വാഭാവികമാണ്. അത് എല്ലാവർക്കും നാച്ചുറൽ ഒരു ഫീലിംഗ് ആണ്. മനുഷ്യനായി ജനിച്ചാൽ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അവിടെ അത് പറയുന്നത് ഇതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് ആദ്യം മനസ്സിൽ അങ്ങനെയാ തോന്നിയ, ഫേക്ക് ആണ്, അല്ലെ, ഇതൊക്കെ പറ്റിക്കൽസ് ആണ്, ചീറ്റിംഗ് ആണ് എന്നൊക്കെ തോന്നി. പക്ഷെ ഇപ്പോ ഈ സർട്ടിഫിക്കേഷൻ സെറമണിയിൽ വന്നു നിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ക്ലാസ്സസ് എങ്ങനെയാണ്, ഇങ്ങനെയാണ് പറഞ്ഞ ഒരുപാട് നമ്മളെ ഇങ്ങനെ പൊക്കി അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയവരാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ ഒരു കോഴ്സ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. കോഴ്സിന്റെ ലെവൽ നോക്കുമ്പോൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ ഒരേ ടൈം ഡ്യൂറേഷൻ, അതായത് 6 മാസം തന്നെ പഠിക്കുന്ന സബ്ജക്റ്റും അതിന്റെ കാര്യങ്ങളൊക്കെ അത് തന്നെ. പക്ഷെ എന്താ പറയാ, ഇത് ഏറ്റവും മിനിമം കോസ്റ്റിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും. ഒന്ന് ഞാനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി നമ്മളെ തന്നെ എടുത്ത് ഇരയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ
ഓക്കെ, അപ്പൊ വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം, അവിടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനൊക്കെ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്ത് കോസ്റ്റ് ഇഫക്റ്റീവ്. വളരെ മിനിമം കോസ്റ്റിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യണം. അതിന്റെ റെസ്പോൺസിബിലിറ്റിയും നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. വെറുതെ ആളുകളെ എന്താ പറയാ, ചിലപ്പോ ഒരുപാട് പൈസക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ PG ഉള്ളവർക്ക് 10 months ആണ്. ഓക്കെ യെസ്, ഞാനിവിടെ ഡിപ്ലോമയുടെ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണ്ട ആവശ്യമില്ല, +2 തന്നെയാണ്. നിങ്ങൾ ഇതിന്റെ ഡിപ്ലോമ എടുക്കുന്നുണ്ടല്ലോ, ഇതിന്റെ ഡിപ്ലോമ എടുക്കുമ്പോൾ PG നിങ്ങൾക്ക് ചെയ്യാം, ഇതിന്റെ അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. അപ്പൊ ഇതാണ്, അപ്പൊ ഈ 2 നേട്ടമാണ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ടുള്ളത്. അപ്പൊ ഒന്ന്, നമുക്ക് നമ്മളുടെ എഡ്യൂക്കേഷനിൽ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതും, മറ്റൊന്ന് ഹോസ്പിറ്റൽസ് ക്വാളിറ്റി സർവീസസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ പ്രൊവൈഡ് ചെയ്യുന്നു എന്നത് എൻഷുർ ചെയ്യുക എന്നുള്ളതുമാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട 2 നേട്ടങ്ങൾ. ഇനി ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഹോസ്പിറ്റലിൽ വേറെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഹോസ്പിറ്റലിന്റെ ഓരോ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ അത് വേറെ, അങ്ങനെ ഓരോന്നിനുണ്ട്. അപ്പൊ ഇവര് എല്ലാവരും അവരവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റുകാർ ഫിനാൻസിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഹാൻഡിൽ ചെയ്യുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ എംപ്ലോയീസിന്റെ കാര്യങ്ങൾ, എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ്, അവർക്ക് ബെനിഫിറ്റുകൾ കൊടുക്കുന്നത്, അവരുടെ എന്താ പറയാ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്, അവരുടെ ടൈമിങ്ങും മറ്റു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യം, പിന്നെ അവരുടെ റിസൈനിങ്, ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ഡീൽ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഓൾ ടുഗദർ എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് എന്താ പറയാ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് ഒരു വർക്ക് ഫോഴ്സ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആവശ്യം വന്നു. ഇവരെല്ലാവരെയും മാനേജ് ചെയ്യാം. ആ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ഫോഴ്സ്, അവരെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ നമ്മൾ പരിശോധിച്ചാൽ ഇസ് ദ +2 ലെവൽ അല്ലെ. +2 ലെവലാണ് നമുക്ക് ഇതിന്റെ ഡിപ്ലോമ ചെയ്യാൻ വേണ്ടി വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. +2 അതിന്റെ എബോവൊക്കെ ഉള്ളവർക്കൊക്കെ ചെയ്യാം. അതനുസരിച്ച് ഇപ്പൊ ഒരുപാട് പേര് ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വരെയും ഈ ഒരു എന്താ പറയാ പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ന് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിന്റെ ഒന്നാമത്തെ കാര്യം ഇതിന്റെ ടെന്യൂർ വളരെ ചുരുങ്ങിയതാണ്. ഇത് കാലാവധി കുറച്ചുള്ളൂ, 6 മാസമൊക്കെ ഉള്ളൂ. എന്നാൽ ഇത് നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ എന്താ പറയാ ഇതിന്റെ പിറകിലും ഉണ്ട് എന്നുള്ളതും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരുപാട് പേര് ഈ ഒരു കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിന്റെയൊക്കെ മറ്റൊരു വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ബൈ സ്റ്റഡിങ് ഓർ ബൈ ലേണിംഗ് ദിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. അല്ലെങ്കിൽ പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ BSc നഴ്സിംഗ് പഠിക്കണം, അല്ലെങ്കിൽ MBBS പഠിക്കണം, അല്ലാതെ ഉള്ള ആർക്കും പറ്റില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഐ തിങ്ക് 122 സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സയൻസ് പഠിച്ചവരാണോ നോക്കട്ടെ? ആണോ? അല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എല്ലാവരും സയൻസ് എടുത്ത് പഠിച്ചവരാണോ? അല്ല. യെസ്, അല്ല. ഓക്കെ, അപ്പൊ സയൻസ് എടുക്കാത്തവരുണ്ട്, കൊമേഴ്സ് പഠിച്ചവരുണ്ട്, ഹ്യൂമാനിറ്റീസ് പഠിച്ചവരുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഗ്രൂപ്പ് അതായത് ഏത് കോഴ്സ് എടുത്ത് പഠിച്ചവർക്കും, അതായത് സയൻസോ മാത്സോ ഹ്യൂമാനിറ്റീസോ എന്ത് പഠിച്ചവർക്കാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഒരു ഭാഗമാകാൻ കഴിയും എന്നുള്ളത് ഏതിന്റെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? സയൻസ് എടുത്തവർക്ക് മാത്രമേ BSc നഴ്സിംഗ് പോകാൻ പറ്റുള്ളൂ അല്ലെ? അതായിരുന്നു ഒരു രീതി വരെ. അതേസമയം നമുക്ക് ഹോസ്പിറ്റലിൽ മറ്റൊരു രീതിയിൽ ജോലി കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഏത് സയൻസ് എടുത്തവർക്ക് മാത്രമേ പറ്റുള്ളായിരുന്നു അവിടെ ജോലിക്ക് പോകാനായിട്ട്. ഇന്ന് നമുക്ക് ഇവിടെ കൊമേഴ്സ് പഠിക്കുന്നവരും അതുപോലെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരും ഒക്കെ ഇതിനകത്ത് പേരുണ്ട്. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ കോഴ്സ് ഡിപ്ലോമ കഴിഞ്ഞു PG ചെയ്യുന്നവരും ഉണ്ട് ഇതിനകത്ത്. PG ഒരുമിച്ചാണ് നമ്മൾ ഇൻട്രോ ക്ലാസ്സിൽ ഇരിക്കുന്നത്. കാരണം PGക്ക് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കുന്നില്ല. അതുകൊണ്ട് യു ഓൾ ഹാവ് ജോയിൻ ഹിയർ. അപ്പൊ നിങ്ങളും എല്ലാവരും എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഹോസ്പിറ്റൽസിലും അതുപോലെ മറ്റേതെങ്കിലും ഹെൽത്ത് കെയർ ആയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ മേഖലകളായിട്ടുള്ള ഏത് സംരംഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പോയി ജോലി നേടാം എന്നുള്ളത് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ടത്
എന്താണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇതിന്റെ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ്. തൊഴിലവസരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വരികയാണ് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ, അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസിലല്ലേ ജോലി ഉണ്ടാ അല്ല എന്ന് നമുക്ക് പറയാം. ഹോസ്പിറ്റലിന്റെ മാത്രമല്ലാതെ നമുക്ക് ഇൻസൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് എബ്രോഡിലൊക്കെ നമുക്ക് ഇതിന് ജോലി സാധ്യതകൾ തന്നെയുണ്ട്. ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞവര് കുറച്ചു പേരൊക്കെ തന്നെ എബ്രോഡ് തന്നെ ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മുടെ അകത്തും അവരവരുടെ സ്ഥലത്ത് ഹോസ്പിറ്റൽസിലും ഇന്ന് ജോലി കിട്ടിയവരും ഉണ്ട്. നമുക്ക് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്, ജോലി കിട്ടിയവന്ന് അറിയിച്ചവരുണ്ട് ഫീഡ്ബാക്ക് ആയിട്ട്. അങ്ങനെ ഒത്തിരി സ്റ്റുഡൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പോയവര് അവരുടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ചു അതിന്റെ ഡിപ്ലോമയോ പിജിയോ ഒക്കെ കഴിഞ്ഞവർക്ക് നിങ്ങൾക്ക് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ കൺട്രീസ് നമുക്ക് ജോലി ചെയ്യാം. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് നമുക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലുണ്ട്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് ഏജൻസീസ് സർവീസസ്, educational institutions, health insurance companies, medical health facilities, international healthcare organizations, rehabilitation centers and private nursing homes. ഇത്രയും സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, whenever the vacancies come അവർ നമ്മളെ എന്ത് ചെയ്യും, വിളിക്കുന്നതായിരിക്കും. ഹോസ്പിറ്റൽസിൽ തന്നെ ജോലി ചെയ്യണം എന്നുള്ളവര് ഒരുപാട് പേര് നമുക്ക് we have to try ഇത് പഠിച്ചു കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു, ആരും നമ്മളെ വിളിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. കാരണം ഒരു എന്ത് കോഴ്സ് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം ചോദിക്കുന്നത് അപ്പൊ തന്നെ ജോലി ഉണ്ടോ, പ്ലേസ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ആളുകളെ അപ്പൊ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് എന്താ പറയാ ജോലി വാങ്ങിക്കാനുള്ള എത്രത്തോളം ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ കടന്ന് കൂടുന്നുണ്ടോ അത്രയും ഈസിയർ ആണ് ടു ഗെറ്റ് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ ജോലി കിട്ടാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു, ആഴത്തിൽ ആഗ്രഹിച്ചാലാണ് അത് കിട്ടാനുള്ള സാധ്യതകളും നമുക്ക് വർദ്ധിച്ചു വരുള്ളൂ. നമ്മൾ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, ആരെങ്കിലും നമ്മളെ കൊണ്ടുപോട്ടെ, അവര് ഇങ്ങനെ തരട്ടെ അങ്ങനെ തരട്ടെ എന്ന് മറ്റുള്ളവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്താൻ പോകില്ല. സോ ഇറ്റ്സ് അവർ നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മളുടെ രീതിയിൽ നമ്മൾ പരമാവധി ശ്രമിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, എവിടേക്കാണ് നമുക്ക് സാധ്യതകൾ ഉള്ളത്. ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പലതരത്തിലുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഉണ്ട്. മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, international healthcare organizations, rehabilitation centers, private nursing homes. പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ് ഒക്കെ നമ്മുടെ നാട്ടിൽ അധികം ഇല്ല, പുറത്താണ് കൂടുതലും ഉള്ളത്. പുറത്തൊക്കെ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ പുറത്ത് പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. പ്രൈവറ്റ് നഴ്സിംഗ് ഹോം, ഓൾഡ് ഏജ് ഹോമുകൾ ഒക്കെ. കാരണം എന്താ വെച്ചാൽ അവിടെയൊക്കെ നല്ല സാലറി ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് പുറത്തേക്ക് പോകാനായിട്ട്. ട്രെയിനിങ് ഉണ്ടാകില്ല. ട്രെയിനിങ്ങിന് അതായത് ഇന്റേൺഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്റേൺഷിപ്പ് ആണ്, ട്രെയിനിങ് അല്ല. ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് അസിസ്റ്റൻസ് കൊടുക്കും. ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ, ഞാനിപ്പോ കോഴ്സ് സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന്റെ അപ്പുറം കോഴ്സിനെ കുറിച്ചല്ലാതെ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ സംബന്ധിക്കുന്ന ചില ഡൗട്ട്സ് കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾക്ക് എന്താ പറയാ സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തെങ്കിലും ഫീസിന്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉള്ള ഡൗട്ട് ഇതുപോലെ ഇപ്പൊ ചോദിച്ചെന്താ ട്രെയിനിങ്, ഇന്റേൺഷിപ്പ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ക്ലാസ് സാറിന്റെ ബാക്കിയുള്ള ഭാഗത്തുണ്ടായിരിക്കും. ഓക്കെ, അതിന്റെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സാറിനോട് ചോദിക്കാം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ കോഴ്സിന്റെ സംബന്ധിക്കുന്നതാണ്. ഈ കോഴ്സ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ് അബൌട്ട് ദ സാലറി. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുമാനം കിട്ടും, എന്ത് സാലറി കിട്ടും എന്നാണ്. അപ്പൊ നമ്മളൊരു എന്താ പറയാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ഓർഗനൈസേഷനിലൊക്കെയാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ 10 to 20,000 പെർ മന്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. 10 മുതൽ 20,000 രൂപ വരെ പ്രതിമാസം പെർ മന്ത്. ഗവൺമെന്റ് ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് 30 to 40,000 വരെയാണ്. 30K 40,000 വരെയൊക്കെയാണ്. 30,000 40,000 വരെയാണ് ജോലിക്കുള്ള പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത്. സാലറി ബേസ് ആ ഒരു കണക്കാണ്, ആ ഒരു റേഞ്ച് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ അപ്പോൺ അവർ പെർഫോമൻസ്. കൂടുതലും എന്ത് ജോലിയിലേക്ക് കയറുമ്പോഴും നമ്മളുടെ പെർഫോമൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്.
എന്ത് കാര്യവും വളരെ എനർജറ്റിക് ആയിട്ട് സ്മാർട്ടായിട്ട് അല്ലെ എന്തും ചെയ്യാനായിട്ട് അത് നമ്മള് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോ അത് മാറി നിൽക്കാതെ അത് എന്നെ കൊണ്ട് പറ്റുമെന്ന രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ അത് ചെയ്യാൻ ഒരു ട്രൈ നടത്തുക. ചിലപ്പോൾ തോറ്റു പോകും, കുഴപ്പമൊന്നുമില്ല. ഒരു തോൽവി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് വേണം. തോൽക്കുമ്പോൾ നമ്മൾ പലതും പഠിക്കുള്ളൂ അല്ലെ. എന്തെങ്കിലും കാര്യങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എന്താ പറയാ അത് ചെയ്യാതിരുന്നിട്ട് ഞാനത് ചെയ്യാഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ട് ജയിച്ച് എന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. ഒരിക്കലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യാതെ ആ ആള് അതില് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അതിൽ അറ്റംപ്റ്റ് ചെയ്തു, അവിടെ തോറ്റു, കുഴപ്പമില്ല, അവിടെയും നമ്മൾ വിജയിച്ചു. കാരണം നമ്മൾ അറ്റ്ലീസ്റ്റ് വി ഹാവ് ട്രൈഡ് ഫോർ ഇറ്റ്. നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് നമ്മുടെ വിജയം. ഓക്കെ, അല്ലാതെ മാറി നിന്നിട്ട് അത് അയ്യോ അതിലിപ്പൊ ഞാൻ ചേർന്നിരുന്നെങ്കിൽ ഞാൻ തോറ്റു പോയാലേ മാറി നിന്നത് നന്നായി എന്ന് പറയുന്നതിന് കാര്യമില്ല. അതിനെ നമ്മൾ വീടുത്തൊന്നും വിളിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യരുത്. എന്ത് കാര്യവും നമുക്ക് ഫേസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഫേസ് ചെയ്തിട്ട് തന്നെ പോകണം. അത് ഫേസ് ചെയ്ത് അതും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, ഇവിടെ ഇപ്പൊ തൽക്കാലം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു വേക്കൻസി ഇല്ല, ഒരു അറിയിക്കാം. ഓക്കെ, കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ, ഒരു ആപ്ലിക്കേഷൻ അവിടെ വെച്ചിട്ട് ഇങ്ങനെ പോരുക അല്ലെ. അടുത്തത് നമ്മൾ അന്ന് വിചാരിച്ചിട്ട് അവിടെ മാത്രം വിളിക്കൂലേ എന്ന് വിചാരിച്ച് നോക്കിയിരിക്കേണ്ട. അതിന്റെ അനദർ ചാൻസസ് ഉണ്ട് നമുക്ക്. ഇതൊക്കെ കിട്ടാൻ സാധ്യതകളുള്ളതിനെ കുറിച്ചിട്ടുള്ള ലിസ്റ്റ് അതിന്റെ ചില കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഷെയർ ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറയും നിങ്ങളോട് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. എന്ന് മാത്രമല്ല, അപ്പൊ നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു ചുമതല, ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് വളരെ ചെറുതല്ല, വളരെ വലുതാണ്. ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല, അതുകൊണ്ട് വലിയ റെസ്പോൺസിബിലിറ്റി ആണ്. അത് നമ്മൾ ചെയ്യേണ്ടതുമാണ്. അപ്പൊ അതിനുള്ള എല്ലാ തരത്തിലുള്ള വിശ്വസും നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നിങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി തന്നെ പഠിപ്പിക്കുന്ന ടോപ്പിക്കുകളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അബ്രോഡിലേക്കുള്ള സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊക്കെ സാർ പറയും. എല്ലാം ഉണ്ട്. നിങ്ങൾ അതിനെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും സാർ നിങ്ങൾക്ക് PG ആയിക്കോട്ടെ, ഡിപ്ലോമ കഴിയാതെ നമുക്ക് PG ചെയ്യാൻ പറ്റില്ലല്ലോ. PG ഡിപ്ലോമ പ്ലസ് PG, അതായത് ഡിപ്ലോമയുടെ 6 months PGയുടെ 4 months. ഓക്കെ, അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഡിപ്ലോമ കഴിയാതെ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി ചെയ്യാതെ PG ചെയ്യാൻ പറ്റുമോ? ഡിഗ്രി ചെയ്യാതെ PG ചെയ്യാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയേ. എന്ത് കോഴ്സിലും എന്തിൽ നോക്കും നിങ്ങൾ? ഡിഗ്രി, ആഫ്റ്റർ ഡിഗ്രി ആണ് നമ്മൾ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുക. ഗ്രാജുവേഷന് ശേഷമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരിക. അപ്പൊ ഇതും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിഗ്രിയാണ് നമ്മൾ ഇപ്പോ 6 months എന്ന് പറയുന്ന കോഴ്സ്. അതിന് കൂടെ 10 months എന്ന് പറഞ്ഞ് ചില ആളുകൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് യെസ് ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനകത്ത് PGക്കും കൂടി വേണ്ടി ജോയിൻ ചെയ്തവരാ. ചില കുട്ടികൾ ഇതിൽ ഡിപ്ലോമ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഐ തിങ്ക് സോ, അങ്ങനെയല്ലേ? ചിലർ ഡിപ്ലോമയ്ക്ക് വേണ്ടി മാത്രം ജോയിൻ ചെയ്തവരായിരിക്കാം. ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് പറ്റി, ആരെ കരയണായിരുന്നു. ചില കുട്ടികൾ ഇതിന്റെ PGയും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അങ്ങനെയല്ലേ? യെസ്, വെരി ഗുഡ്. ആരൊക്കെ അറിഞ്ഞല്ലോ അതിനിടയ്ക്ക്? എന്ത് പറ്റി? പേര് ഞാൻ വായിച്ചില്ല. ഓക്കെ, അപ്പൊ പോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇപ്പൊ നമ്മളൊപ്പം ഉണ്ട്, ആരും പേടിക്കണ്ട. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുത്ത് തരും. പിന്നെ പറഞ്ഞേക്കാം, 2nd of June 2ാം തീയതിയാണ്, ജൂൺ 2ാം തീയതിയാണ്. PG വേണമെന്നുള്ളത് യു ക്യാൻ കോൺടാക്ട് വിത്ത് ദ PROs. നിങ്ങളെ വിളിച്ചിരിക്കുന്ന PROസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പൊ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ PGക്കും കൂടി ആയിട്ടാണ് ജോയിൻ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അന്നേരം അവര് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാക്സിമം 30,000 to 40,000. അതെ, അത് പിന്നെ അതിന്റെ PGയും ഒക്കെ എടുക്കുന്നത്. ഞാനിപ്പോ ഡിപ്ലോമയുടെ മാത്രമാണ് സാലറി പറഞ്ഞത്, PGയുടെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഡിപ്ലോമയുടെ മാത്രം ബിഗിനിങ് സ്റ്റേജിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ ബാക്കി നമ്മളുടെ പെർഫോമൻസ് ആണ്. നമ്മളുടെ പെർഫോമൻസ് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ അബവ് സ്റ്റാൻഡേർഡ് ഒക്കെ വരുമ്പോൾ വളരെ എന്താ പറയാ ഇഷ്ടപ്പെട്ട് ഹോസ്പിറ്റൽസുകാർ നമുക്ക് പേയ്മെന്റിന്റെ സ്കെയിലൊക്കെ വർദ്ധിപ്പിക്കും. അതൊക്കെ നമ്മളുടെ കഴിവ് പോലെ ഇരിക്കും. നമ്മൾ എന്താ പറയാ എന്ത് കോഴ്സ് പഠിക്കാം, നമ്മുടെ കഴിവ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. എല്ലാവരും കഴിവുള്ളവരാ, പക്ഷെ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ചില ആളുകളുടെ മടി, ചിലവര് മടിച്ചു നിൽക്കും. അയ്യോ അത് ശരിയാവോ? അങ്ങനെ ശരിയാവണമെങ്കിൽ ആവട്ടെ, ഇല്ലെങ്കിൽ വേണ്ടാന്ന് പോട്ടെ, അങ്ങനെ വിചാരിക്കണം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എന്താ പറയാ എല്ലാ കാര്യവും ചെയ്യാം നമ്മൾ. അപ്പോഴാണ് നമുക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുക. ഓക്കെ, അറിയാൻ വന്നത്. അപ്പൊ തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് തുടങ്ങും. തിങ്കളാഴ്ച 2ാം തീയതി അല്ലെ, ജൂൺ 2ാണ് നമ്മൾ ക്ലാസ് തുടങ്ങുക. ക്ലാസ്സസ് വിൽ ബി ഫ്രം 1:30 to 3:30. 1:30 മുതൽ 3:30 വരെയാണ്. ഈ 1:30 മുതൽ 3:30 വരെ ഒറ്റ ടീച്ചർ അല്ല ക്ലാസ് എടുക്കുക, 2 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1:30 to 2:30 ഒരു ക്ലാസ്, 2:30 to 3:30 ഒരു ക്ലാസ്. ടൈം ടേബിൾ ഒക്കെ സെറ്റ് ആണ്. ടീച്ചേഴ്സ് അവരവരുടെ ടൈം അനുസരിച്ച് ക്ലാസ്സിൽ കയറിക്കോളും. നിങ്ങൾക്ക് ടൈം ടേബിൾ ഇട്ട് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ക്ലാസ്സിൽ കയറും.
അപ്പൊ ഈ മൺഡേ തുടങ്ങി തന്നെ ക്ലാസ് ഉണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെ വീക്കിലി ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ ആഴ്ചയിലും മൺഡേ മുതൽ ഫ്രൈഡേ വരെ ക്ലാസ്സസ് ഉണ്ട്. സാറ്റർഡേസിൽ സാധാരണ ക്ലാസ്സസ് ഇല്ല. ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ വിൽ ബി ഇൻഫോംഡ്. നിങ്ങളിലേക്ക് അതിന്റെ ഇൻഫോർമേഷൻ തന്നിട്ടേ നമ്മൾ ക്ലാസ് എടുക്കുള്ളൂ, അല്ലാതെ എടുക്കില്ല. മാക്സിമം വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ തന്നെ കയറാനായിട്ട് ശ്രദ്ധിക്കുക. വർക്കിംഗ് ആയിട്ടുള്ളവര്, ജോലിക്ക് പോകുന്നവരോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളവര് നിങ്ങൾ തീർച്ചയായും എടുക്കുന്ന ക്ലാസ്സിന്റെ റെക്കോർഡഡ് വീഡിയോസ് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ, വാട്സപ്പ് വഴിയൊന്നുമല്ല, ഗൂഗിൾ ക്ലാസ് റൂമിൽ അവിടെ കയറി ആ ക്ലാസ് വാച്ച് ചെയ്യാം. എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് അത് വാച്ച് ചെയ്യാൻ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. ദാറ്റ് മീൻസ് അങ്ങനെ വാച്ച് ചെയ്യുന്നവര് 2 മണിക്കൂർ ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടി വരും. കാരണം 2 ക്ലാസ്സുകളായിരിക്കും 2 മണിക്കൂർ കൊണ്ട് കൊടുത്തിട്ടുണ്ടാകുക. 2 ടീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പഠിക്കാതെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കോഴ്സിനകത്ത് എന്ത് ആ പുസ്തകത്തിലുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ സർട്ടിഫിക്കറ്റ് വേണ്ടി മാത്രം നമ്മൾ കാത്തിരുന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോയി ജോലിക്ക് കയറിയിട്ട് എവിടെ പഠിച്ചു എന്നൊക്കെ ചോദ്യം ഉന്നയിക്കാൻ ഇടവരുത്തരുത്. ഓക്കെ, അപ്പൊ നോട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് സെപ്പറേറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ, ബുക്കോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സെപ്പറേറ്റ് നോട്ടൊന്നും നമ്മൾ ഇവിടുന്ന് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള PDF തന്നെയാണ് ആ ഒരു സാധനങ്ങൾ. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് തരാം. അപ്പൊ ആ ടെക്സ്റ്റ് ആണ് നമ്മൾ ഇവിടെ നിന്ന് പഠിപ്പിച്ചില്ല. ചില എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ ടീച്ചേഴ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയും. പുസ്തകത്തിൽ തന്നെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അവിടെ തന്നെ അണ്ടർലൈൻ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും വേർഡ്സിന്റെ ഒക്കെ മീനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല, ആ ബുക്കിൽ തന്നെ അതൊന്നും നോട്ട് ഡൗൺ ചെയ്യാം. ദർ ഇസ് നോട്ട് സെപ്പറേറ്റ് നോട്ട്ബുക്സ്. നോട്ട്ബുക്കിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കുട്ടികൾക്ക് എനിക്ക് ഇങ്ങനെ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടായിരിക്കും. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. അതിന് യാതൊരു ഒബ്ജക്ഷനും ഇവിടെ നിന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാം. പിന്നെന്താ ഒരു കാര്യം കൂടി ഓർത്തത്, ഇതിന്റെ ഇടയിൽ ആരോ എന്തോ ചോദിച്ചു, അതിന്റെ മറുപടിക്കാണ് ആലോചിച്ചിട്ട് പറയാട്ടാ. ഞാൻ നോക്കട്ടെ. ക്ലാസ് ടൈം ഒരു പ്രാവശ്യം കൂടി പറയാൻ പറഞ്ഞു. 1:30 to 3:30, ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ. 1:30 to 2:30 ഒരു ക്ലാസ്. അതിന്റെ തൊട്ടപ്പുറം തന്നെ there is no break. അവിടെ ബ്രേക്ക് ഒന്നുമില്ല. ടീച്ചർ ഒന്ന് മാറി അടുത്ത ടീച്ചർ സീറ്റിലേക്ക് കയറിയിരിക്കാനുള്ള സമയം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. ദാറ്റ് മീൻസ് 1-2 മിനിറ്റ് മാത്രം. ടീച്ചർ ഓൾറെഡി പുറത്തുണ്ടായിരിക്കും. അപ്പൊ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ കയറും. അപ്പൊ അടുത്ത 2:30 to 3:30 അടുത്ത ക്ലാസ്. ഓക്കെ, അങ്ങനെ 2 മണിക്കൂർ എല്ലാ ദിവസവും ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെന്താ പിന്നെ പറയാനുള്ളത്? അപ്പോ സാറിന്റെ സെക്ഷൻ സാറ് ക്ലാസ് എടുക്കുക. ഇന്നിപ്പോ എന്തായാലും ഉണ്ടായിരിക്കില്ല. വേറൊരു ഇൻട്രോ കൂടി അവിടെ നടക്കുന്നുണ്ട്. അത് വേറെ കോഴ്സിന്റെ ആണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അപ്പൊ സാറിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് സാറിന്റെ ക്ലാസ് തന്നോളൂ. എനിക്കിപ്പോ ഇട ദിവസങ്ങളിൽ ക്ലാസ് എനിക്ക് പറ്റില്ല. ബിക്കോസ് നമുക്ക് റെഗുലർ ക്ലാസ്സസ് ഉണ്ട്. ഇത് ഇൻട്രോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ സാറ്റർഡേയിൽ എന്റെ ക്ലാസ് വെച്ചു എന്ന് മാത്രം. അപ്പൊ സാറിന്റെ ക്ലാസ് സാറിന് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയത്ത് സാറിന് എടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ എന്തായാലും തരും, പേടിക്കേണ്ട. ഓക്കെ, മറ്റൊന്നിനും പേടിക്കേണ്ട. നമ്മൾ കൂടെ ഉണ്ട്. അസൈൻമെന്റ്സ് ഒന്നുമില്ല നിങ്ങൾക്ക് കേട്ടോ. അസൈൻമെന്റ്സ് ഒന്നുമില്ല. നിങ്ങളുടെ പഠിക്കുന്ന ആ കോഴ്സിലെ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഓക്കെ, അപ്പോ അതിനുള്ള സമയത്ത് നമുക്കുള്ളൂ, ഡ്യൂറേഷൻ ഉള്ളൂ. പിന്നെ അതാണ് ഇടയ്ക്ക് ചോർത്തതാണ്, നിങ്ങൾ ആരോ ചോദിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് 4 മൊഡ്യൂൾസ് ആയിട്ടാണ്. ഡിപ്ലോമയുടെ കാര്യമാണ് പറയുന്നത്. 4 മൊഡ്യൂൾസ് ആണ് കേട്ടോ. 4 മൊഡ്യൂൾസ്. ഒന്നാമത്തെ മൊഡ്യൂള് 2, 3, 4 മൊഡ്യൂൾസ്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ ഐ തിങ്ക് 13 ചാപ്റ്റേഴ്സ്, 13 ലെസൺസ് ആണ്, ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ആദ്യത്തെ മൊഡ്യൂളില്. രണ്ടാമത്തെ മൊഡ്യൂളിൽ 15 ചാപ്റ്റേഴ്സ് ആണ് രണ്ടാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പൊ 1, 2. മൂന്നാമത്തേല് ഐ തിങ്ക് 12 ആണെന്ന് തോന്നുന്നു. 12 or 13 തന്നെയാണ്. പിന്നെ ലാസ്റ്റത്തേല് 11 ചാപ്റ്റേഴ്സ്. ഇങ്ങനെ എല്ലാത്തിലും കൂടി ഐ തിങ്ക് ഇത് 52 ചാപ്റ്റേഴ്സ് ആണ് 4 മൊഡ്യൂൾസിൽ കൂടി ഉള്ളത്. ഓക്കെ, 52 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 52 ചാപ്റ്റേഴ്സ് 4 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 1ഉം 2ഉം മൊഡ്യൂൾസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഹാഫ് പാർട്ട് ഓഫ് അവർ കോഴ്സ് 3 മാസം കഴിയുമ്പോൾ, അതായത് നമ്മുടെ കോഴ്സിന്റെ പകുതി ഭാഗത്ത് മധ്യഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ 3 മാസമാണ്. അത് കഴിയുമ്പോൾ നമുക്ക് 1ഉം 2ഉം മൊഡ്യൂൾസിന്റെ എക്സാം ഉണ്ടായിരിക്കും. 1ഉം 2ഉം മൊഡ്യൂൾസിൽ ഞാൻ പറഞ്ഞല്ലോ 13ഉം 15ഉം ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ആ 2 ചാപ്റ്റേഴ്സ് മൊഡ്യൂൾസിന്റെ എക്സാം ഉണ്ടായിരിക്കും. സെപ്പറേറ്റ്ലി ആണ് കേട്ടോ. അപ്പൊ ആ എക്സാംസ് ഉണ്ടായിരിക്കും മോഡൽ പോലെ. അത് കഴിഞ്ഞ് വീണ്ടും 3rd, 4th കഴിയുമ്പോൾ അപ്പോഴും 3rd, 4th മോഡൽസ് പോലെയുള്ള എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാമിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ മൊഡ്യൂൾസ് ഡിവൈഡ് ചെയ്ത് തരം തിരിച്ച് ക്ലാസിഫൈ ചെയ്ത് തന്നെയാണ് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നത്. മോഡൽ എക്സാംസ് നമ്മളുടെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റേത് നമ്മളുടെ ബോഡിയിൽ നിന്നാണ്
എക്സാം ബോർഡിൽ നിന്നാണ്. എക്സാംസ് ഓൺലൈൻ തന്നെയാണ്. ഓക്കെ. പിന്നെ PG കാർക്ക് 7 മൊഡ്യൂൾസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈ 4 കഴിഞ്ഞ്, അതായത് ഡിപ്ലോമയുടെ 1, 2, 3, 4 മൊഡ്യൂൾസ് കഴിഞ്ഞ് PG കാർക്ക് 5, 6, 7 3 മൊഡ്യൂൾസ് കൂടി എക്സ്ട്രാ ഉണ്ട്. 3 മൊഡ്യൂൾസിലും 8 ചാപ്റ്റേഴ്സ് വീതമാണ്, 8 എണ്ണം വീതം. ദാറ്റ് മീൻസ് 8, 3, 24 ചാപ്റ്റേഴ്സ് ആണ് ആ 3 മൊഡ്യൂളിലും കൂടി PG കാർക്ക് കൂടി ഉള്ളത്. ഓക്കെ. അപ്പൊ അവർക്ക് 7 മൊഡ്യൂൾസ്, ഡിപ്ലോമക്കാർക്ക് 4 മൊഡ്യൂൾസ്. ക്ലിയർ ആയോ? എക്സാം ഉണ്ട്, എല്ലാവർക്കും എക്സാം ഒരുപോലെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. PG-കാർക്ക് PG-യുടെ വരുമ്പോ, അതായത് ഡിപ്ലോമക്കാരെ തീർന്നു കഴിയുമ്പോൾ അവർക്ക് PG-കാര് PG-യിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് കഴിഞ്ഞു, അവരുടെ കോഴ്സ് കഴിഞ്ഞു. PG-കാരെ കണ്ടിന്യൂ ചെയ്ത് PG-യിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ മറ്റേ എക്സാം ഒക്കെ അവരെ പോലെ തന്നെ നിങ്ങൾ എഴുതണം, PG-കാരും എഴുതണം. അതിന് യാതൊരു മാറ്റമില്ല. ഓക്കെ. യെസ്. അപ്പോ ഇത്രയൊക്കെയാണ്. എന്ത് പറ്റി ലക്ഷ്മി? എന്താണോ ക്ലിയർ ആവാതിരുന്നത്? വാട്ട് ഈസ് എനി ഡൗട്ട്സ്? ലക്ഷ്മിക്ക് എന്താ ഡൗട്ട് ഉണ്ടാവും? എന്തോ ഡൗട്ട് അടിച്ച് നിൽക്കണ്ടല്ലോ. ലക്ഷ്മി, കുറെ ലക്ഷ്മി ഉണ്ട് അവിടെ. ഇല്ല, ഒരു ലക്ഷ്മി എന്തോ ഡൗട്ട് അടിച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ. എക്സാം ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് നമ്മൾ ഫസ്റ്റ് 3 months കൊണ്ട് തീർക്കും. ഹാഫ് പാർട്ട് ഓഫ് ദ കോഴ്സ് ആവുമ്പോഴേക്കും 1-2 എക്സാം മൊഡ്യൂൾസ് തരും. അത് കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാം ഉണ്ട്, 1-ന്റെയും 2-ന്റെയും. അത് കഴിഞ്ഞ് 3-4 മൊഡ്യൂൾസ് കഴിയുമ്പോൾ വീണ്ടും എക്സാം. ഓക്കെ. സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാർ നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തിങ്കളാഴ്ചത്തെ കാര്യം മറക്കണ്ട. തിങ്കളാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ട്. 2-ാം തീയതി തിങ്കളാഴ്ച, ജൂൺ ആണ്. അതൊക്കെ മറക്കാതെ പറയുക. പബ്ലിക് എക്സാം ഏത് മന്ത് നമ്മളുടെ, നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തോ, ഈ നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന അവിടെ നിന്ന് തുടങ്ങി 6 months കംപ്ലീറ്റ് ആകുന്ന സമയം. എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 മാസം കൂടെ കഴിയട്ടെ. നമുക്ക് അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതൊന്ന് ആവുമ്പോഴേക്കും നമുക്ക് എക്സാമിന്റെ കൃത്യം ഡേറ്റ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് അവർ ഇൻട്രൊഡക്ഷൻ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ മാത്രമേ ഇപ്പൊ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ കഴിഞ്ഞിട്ടില്ല. ഓക്കെ. അല്ല, ഡിപ്ലോമ PG ഉള്ളവർക്ക് അതിന്റെ കൂടി കഴിഞ്ഞിട്ട് അത് സാറിനോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ് പറയും. ഇന്ന് സാറിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. സാറിന് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു വേറെ ക്ലാസ് ഒക്കെ ലൈനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി വൈകുമായിരിക്കും. അപ്പൊ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഒത്തിരി വൈകും സാറിന്റെ ക്ലാസ്. അപ്പൊ അത്ര പെട്ടെന്ന് അവിടെ നിന്ന് വന്ന് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യമല്ല. കാരണം സാറിനോട് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ഡൗട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകാണ്. അപ്പൊ അത് നിങ്ങൾ ചോദിച്ച് പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ തരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. അപ്പൊ അത് വേറെ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും. ഓക്കെ. സോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണോ? ഇടും. ക്ലാസ്സിന് മുമ്പ് മെസ്സേജ് ഒക്കെ തരും കേട്ടോ. അല്ല, എന്ത് നമ്മളുടെ റെഗുലർ ക്ലാസ് 1:30 മുമ്പോ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഇത് വേണ്ടേ, ലിങ്ക് വേണ്ടേ? നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറണ്ടേ? ക്ലാസ്സിൽ കയറണമെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കും കേട്ടോ. ഹാപ്പി ആയോ എല്ലാവരും? നിങ്ങളുടെ സൗണ്ടൊക്കെ കേൾക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ സ്ട്രെങ്ത് നമുക്ക് ഇച്ചിരി കൂടുതലാണ്. 115 കുട്ടികൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഓൺ ചെയ്തിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊണ്ട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല, നമുക്ക് ക്ലിയർ ആവില്ല. പിന്നെ ഇത് റെക്കോർഡ് കാണാൻ നമുക്ക് അതിനേക്കാളും വലിയ തലവേദനയാണ്. അപ്പൊ നമുക്ക് വഴിയെ പരിചയപ്പെടാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച്, ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ തുടങ്ങി കുറച്ചൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളെ കുറിച്ച്, അതായത് നമ്മളുടെ പഠിപ്പിക്കുന്ന ടോപ്പിക് അല്ല, അല്ലാതെ എന്തെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ മതി ടീച്ചേഴ്സിനോട്. അവരോട് നിങ്ങളുടെ ഡൗട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വരില്ല. അതുകൊണ്ട് എന്താ എന്റെ പേര് പറഞ്ഞേ? ഞാൻ പേര് പറഞ്ഞില്ല ആദ്യം തുടക്കം. മറന്നുപോയാ? മേഡത്തിനെ കാണണമെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ വരില്ല. പറയേ, ആരെങ്കിലും ഇല്ലേ? പേര് പറഞ്ഞു. യെസ്, നിഷ. അപ്പൊ നിഷ മേഡത്തിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ആ ടീച്ചേഴ്സിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അല്ലെ. അല്ലാതെ വരുന്ന പോകുന്ന എല്ലാ ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ചിലപ്പോൾ അതിനുള്ള കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളിതൊന്നും പറയാ. അങ്ങനെയാണ് എനിക്ക് ചിലപ്പോൾ നിങ്ങളെ ഇടയ്ക്ക് കാണാനായിട്ട് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ചിലപ്പോൾ ക്ലാസ് ഇല്ലാന്നാണ് തോന്നുന്നത്. അപ്പൊ ഇല്ല. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കയറണമെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അറിയിക്കണം. അപ്പോഴാണ് എനിക്കൊന്ന് വരാൻ പറ്റുക, നിങ്ങളെ കാണാൻ പറ്റുക. ഓക്കെ. നിങ്ങളെ വിളിച്ച അത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ ഓടി വരുന്നതായിരിക്കും. ഓക്കെ.
അപ്പോ എല്ലാവർക്കും once again all the best. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു പേടിയും വേണ്ട. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ്, ദാറ്റ് ഈസ് അവർ ഹാപ്പിനെസ്, ഞങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സന്തോഷവും ആണ്. അതുകൊണ്ട് അങ്ങനെ ആക്കിയിട്ടേ പോകുള്ളൂ. അപ്പോ വേറെ ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക്. എല്ലാവരും ടേക്ക് കെയർ. നമുക്ക് തിങ്കളാഴ്ച തുടങ്ങി ക്ലാസ്സിൽ കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. ഇടയ്ക്ക് നിങ്ങളുടെ വിളിയും പ്രതീക്ഷിച്ച് ഞാനൊരു വിളിപാടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ സീ യു. ബൈ. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, Thank you, ma'am. Okay, Thank you, ma'am. 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 Thank you, Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.